Okay, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൺ എന്ന് പറഞ്ഞാൽ ദ മേക്കിംഗ് ഓഫ് സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ലെസണിൽ പറയുന്നത് ഈ ലെസൻ്റെ ഒരു സമ്മറൈസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം. എബ്രൈസ് അച്ചീവ്മെൻറ്റ് അസ് എ യങ് ഏജ്, അതാണ് ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പോർഷനിൽ പറയുന്നത്. ദ ഫോമസ് കോട്ട് ഓഫ് ഇയർ എക്സൈറ്റഡ് ദാറ്റ് ദ സയൻറ്റിഫിക് വേൾഡ് വിച്ച് ന്യൂ തിയറി, ഒരു പുതിയ തിയറി കൊണ്ടുവന്നു, വിച്ച് വാസ് ഡൺ അറ്റ് ദ ഏജ് ഓഫ് 22 ഇയേഴ്സ്. എന്തായിരുന്നു ആ തിയറി എന്തിനെ പറ്റിയാന്ന് പറഞ്ഞാൽ ഹൗ സെൽസ് വർക്ക്. Okay, Richard E.H. Albright and his college roommate explained the theory in an article. അവർക്കൊരു ആർട്ടിക്കിൾ ഒരു ജേർണലിൽ അത് പബ്ലിഷ് ചെയ്ത് കിട്ടി. അതിൻ്റെ പേരായിരുന്നു പ്രൊസീഡിങ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്. ദിസ് വാസ് ഹിസ് ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് ബട്ടർഫ്ലൈ. ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ ബട്ടർഫ്ലൈസിൽ നിന്ന് ആണ്. Okay, Ebright as a child. Ebright was the only child of his parents. അവൻ്റെ പാരൻസിന് ഒറ്റ ചൈൽഡ് ആയിരുന്നു. They lived in the north of Reading, Pennsylvania. Ebright wrote that there was nothing to do. അവിടെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. He could not play football or baseball. പക്ഷെ ചെയ്യാൻ പറ്റിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അതായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ആസ് എ കളക്ടർ ഓഫ് തിങ്സിൽ അവൻ എന്തൊക്കെ ചെയ്തു? Ebright started collecting butterflies in kindergarten മുതൽ അവൻ ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്തുള്ളൂ. He also collected rocks, fossils and coins. He also became the stargazer. രാത്രിയിൽ സ്റ്റാർസിനെ വാച്ച് ചെയ്യും. an eager astronomer കൂടിയായിരുന്നു. His mother encouraged him. ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് അവൻ്റെ അമ്മയായിരുന്നു. She took him on trips. She bought him telescope, microscope, cameras and other equipments. ഇവന് ആവശ്യമുള്ളതൊക്കെ അവൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. Ebright sold his article at 15 to a scientific journal. It was like a home run scored in the game of baseball. ഒരു ചെറിയൊരു ഗെയിമിൻ്റെ ഒരു വലിയ സ്കോർ അടിച്ച പോലെ ആയിരുന്നു. Ebright's mother said she was his friend until he started school. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ അമ്മ തന്നെയായിരുന്നു അവൻ്റെ ഫ്രണ്ട്. She would bring him home friends for him. He was her whole life after her husband death. അപ്പോൾ ബ്രൈറ്റിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവരുടെ അമ്മയുടെ എല്ലാമായിരുന്നു, ഹോൾ വേൾഡ് അവൻ തന്നെയായിരുന്നു. റിച്ചി was in third grade then. Means Richard Ebright was in which class? തേർഡ് ഗ്രേഡിൽ പഠിച്ചപ്പോഴാണ് അവരുടെ ഹസ്ബൻഡിന് നഷ്ടമായത്. അതിന് ശേഷം അമ്മ ആയിരുന്നു അവൻ്റെ എല്ലാ ലോകവും, അല്ലെങ്കിൽ അമ്മയുടെ ലോകം മൊത്തം അവനായിരുന്നു. ഓക്കെ, ഇനി എബ്രൈറ്റ്സ് collection. Ebright's mother would find the work of Richie if he had done nothing to do. ഒന്നും ചെയ്യാനില്ലെങ്കിൽ അവൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് പണിയെടുക്കും. It was for learning. എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. He wanted to learn. He earned top grades in school. When he was in the second grade, he collected 25 species of butterfly. Means second grade ആയപ്പോൾ അവൻ്റെ കയ്യിൽ 25 വെറൈറ്റി സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. These were found around his hometown. വീടിൻ്റെ ചുറ്റുപരിസരത്തൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. Ebright get a book. Ebright's mother gave him a children's book. അതിലൊരു ചിൽഡ്രൻസ് ബുക്ക് ഉണ്ടാകുമ്പോൾ അവനക്ക് കൊടുത്തു. It was Travel of Monarchs. ഈ ഒരു ബുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ലെസണിൽ. It told him how monarch butterfly migrate to Central America. എങ്ങനെയാണ് monarch butterfly സെൻട്രൽ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു. This opened the world of science to Ebright. ഇതായിരുന്നു എബ്രൈറ്റിൻ്റെ സയൻസിലോട്ടുള്ളൊരു വേൾഡിൻ്റെ തുടക്കം. ഓക്കെ, ടാഗിങ് ബട്ടർഫ്ലൈസ്. ടാഗിങ് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറകെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഷോക്കേസ് ചെയ്ത് വെക്കുന്നതാണ് ടാഗ്. At the end of the book, the reader was invited to help the study of butterfly migration, where they were asked to tag the butterflies for research. It was being done by Dr. Friedrich A. Oroka of Toronto University, Canada. Ebright started tagging monarch butterfly. Ebright കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത് monarch butterfly ആയിരുന്നു. Anyone who found of tagged butterfly are asked to send the tags to Dr. Kurahar.
അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ടാഗിങ് ബട്ടർഫ്ലൈ ടാഗിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കുക. മീൻസ് ഡോക്ടർ ഉറഖാട്ടിന് അയച്ചു കൊടുത്താൽ അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് റിസർച്ചിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കും. എ ബ്രൈറ്റ് റിയേഴ്സ് ബട്ടർഫ്ലൈ. ദ ബട്ടർഫ്ലൈ കളക്ഷൻ സീസൺ അറൌണ്ട് ദ റീഡിംഗ് ലാസ്റ്റ് 6 weeks in the last summer. Chasing them one by one wouldn't able to one to catch many. അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാത്തിനൊന്നും പിടിക്കാൻ പറ്റില്ല. So a bright raised a flock of butterfly. He would catch a female monarch and take her egg. He would get rice for the basement for the egg to become the adult butterfly. Then he would get the tagged butterfly's wings and let them go. അപ്പോൾ വിചാരിച്ചത് ഇങ്ങനെ പറത്ത് നടന്ന് എല്ലാത്തിനെയും പിടിക്കലൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഒരു ഫീമെയിലിനെ എടുത്ത് അതിൻ്റെ എഗ് എടുത്ത് പിന്നെ അതിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈനെ മീൻസ് ജനറേറ്റ് ചെയ്തെടുക്കാമെന്നായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇത് എന്ത് ചെയ്യണം, ടാഗ് ചെയ്തിട്ട് അതിനെ വിട്ടേക്കണം. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? Soon a bride began to lose the interest in tagging butterfly. പതുക്കെ അതിങ്ങനെ ആ ഇൻട്രസ്റ്റ് നിന്നു. The reason was there was no feedback. അങ്ങനെ വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട്. Only 2 butterflies have been caught. ഇങ്ങനെ പിടിച്ചത് ആകെ 2 ബട്ടർഫ്ലൈസിന് മാത്രമാണ്. The distance was not more than 75 miles from the അത് ഇച്ചിരി ദൂരത്തും കൂടിയാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ പതുക്കെ അവൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു. Decide to do real experiment. അങ്ങനെ in 7th grade a bride got him hint for the real science. Yes, he entered a country science fair and lost. അങ്ങനെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഫെസ്റ്റിൽ പങ്കെടുത്തു. പക്ഷെ അവിടെ നിന്ന് തോറ്റു. His entry was the slide of frog tissue. മീൻസ് ഫ്രോഗിൻ ടിഷ്യൂവിൻ്റെ ഒരു സ്ലൈഡ്സ് മാത്രമാണ് അവൻ്റെ കയ്യിലുണ്ടായത്. ഹി റിയലൈസ് ദാറ്റ് ദ വിന്നേഴ്സ് ഹാഡ് ട്രൈ ടു ഡു ദ റിയൽ എക്സ്പീരിമെൻറ്റ്. അതിൻ്റെ റിയൽ എക്സ്പീരിമെൻറ്റ്സ് ആണ് അവർ ചെയ്തത്, സ്ലൈഡ്സ് കൊണ്ടുവരുന്നതിന് പകരം. സോ ഹി ഡിസൈഡഡ് ടു ഡു റിയൽ എക്സ്പീരിമെൻറ്റ്സ്. ദ സബ്ജക്റ്റ് വാസ് ഇൻസെക്ട് വർക്ക്, സോ ദാറ്റ് ഹി ഹാഡ് ഓൾറെഡി ബീൻ ഡൂയിങ്. അപ്പോൾ സബ്ജക്റ്റായിട്ട് ഇൻസെക്ട്സിനെ തന്നെ അവൻ തിരഞ്ഞെടുത്തു, കാരണം അവനക്ക് അതിനെപ്പറ്റി കുറച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് writes to Dr. Urquhart. He wrote Dr. Urquhart for ideas. എന്തെങ്കിലും ഐഡിയാസിന് വേണ്ടി അയാൾക്ക് എഴുതി. He came the suggestions for experiments. കുറച്ച് എക്സ്പീരിമെൻറ്റ്സിനായിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തു. This kept Ebright busy all throughout the high school. അങ്ങനെ ഹൈസ്കൂൾ മൊത്തം അവന് ഈ ഒരു ഇതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. These all led him to the prize projects in the country and the international science fair. അങ്ങനെ അവനിക്ക് ഇതുപോലെ എല്ലാ ഇന്റർനാഷണൽ ഫെയറിനൊക്കെ പ്രൈസ് കിട്ടി. ഫോർ ദ 8th grade project എബ്രൈറ്റ് ട്രൈ ടു ഫൈൻഡ് ദ കോസ് ഓഫ് വൈറൽ ഡിസീസ്. അങ്ങനെ 8th പ്രൊജക്റ്റിനായിട്ട് അവൻ ചൂസ് ചെയ്തത് ഒരു വൈറൽ ഡിസീസിൻ്റെ കോസ് ആയിരുന്നു. ഓക്കെ, it killed a monarch caterpillar. He thought that the disease might be carried by a beetle. അപ്പോൾ ഈ ഒരു ഡിസീസ് കൊണ്ടുവന്നത് ഒരു ബീറ്റിൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. He tried raising caterpillars in the presence of beetle. അങ്ങനെ കാറ്റർപില്ലറിനെയും ബീറ്റിലിനെയും കൂടി ഒരുമിച്ച് വളർത്തി നോക്കി. ബട്ട് he didn't get a real result. അങ്ങനെ റിയൽ റിസൾട്ട് അവനക്ക് കിട്ടിയില്ല. He showed this experiment and won. ഈ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ട് അവൻ ജയിക്കുകയും ചെയ്തു നമ്മുടെ സയൻസ് ഫെസ്റ്റിന്. Okay, this theory on butterfly. The next year, his science project was testing the theory. The theory was victory butterflies copy monarchs. അതിനെ പറ്റിയായിരുന്നു അവൻ്റെ പ്രൊജക്റ്റ്. The theory was victory look like monarch because എന്തുകൊണ്ടാണ് victory butterflies monarch butterfliesനെ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ monarch butterflies does not taste good to birds ഇവരെ പിടിച്ച് കടിക്കുമ്പോൾ ബേർഡ്സിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല monarch ബട്ടർഫ്ലൈനെ കടിക്കാൻ. പക്ഷേ വിക്ടറി ബട്ടർഫ്ലൈസിൻ്റെ ടേസ്റ്റ് നല്ല കൂടാണ്. അപ്പോൾ വിക്ടറി ബട്ടർഫ്ലൈ monarch ബട്ടർഫ്ലൈനെ പോലെ ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റില്ല, ബേർഡ്സും അത് പിടിച്ചു കൊണ്ടുപോകത്തില്ല. അപ്പോൾ സംഭവിക്കും, അവരുടെ പോപ്പുലേഷൻ സ്റ്റിൽ അവിടെ ഉണ്ടാവും. സോ ദേ more look like monarch and seems they become for birds food. His project was see if the bird would eat monarch. അങ്ങനെ അവൻ്റെ പ്രൊജക്റ്റ് എന്ത് ചെയ്തു? Not a ordinary food, it would eat all the monarch. It would get the project got the first prize in zoology division. അതിൽ ഫസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ all over the countryയിലെ തേർഡ് പ്രൈസും അവൻ കിട്ടി. In his second year of high schoolന്റെ സെക്കൻഡ് ഇയറിൽ എബ്രൈറ്റ് began the research സ്റ്റാർട്ട് ചെയ്തു. On the topic, this led to the discovery of an unknown insect hormone. ഒരു
അറിയാൻ പാടില്ലാത്ത ഒരു ഇൻസെക്ട് ഹോർമോൺ ആണ് കണ്ടുപിടിച്ചു. ഇൻഡയറക്റ്റ് ഇറ്റ് leads to a new theory on the life of സെൽസിന്റെ ലൈഫ്. ഓക്കെ, അങ്ങനെ അടുത്തെന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്പോട്ട്സ് ഓൺ ബട്ടർഫ്ലൈസ്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഹി ട്രൈ ടു ആൻസർ വാസ് സിമ്പിൾ. അവൻ ആൻസർ ചെയ്യാൻ നോക്കിയ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. എന്തിനെ പറ്റിയിട്ടുള്ളതായിരുന്നു? That what is the purpose of 20 tiny golden spots on monarch pupa? Monarch pupയുടെ മേത്തുള്ള 20 tiny spots എന്തിനു വേണ്ടിയിട്ടാണ്? എവരി വൺ അസ്യൂംഡ് ദ സ്പോട്സ് were ornamental, മീൻസ് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് വിചാരിച്ചു. ബട്ട് ഡോക്ടർ ഉറുഖാറ്റ് didn't believe it. പക്ഷെ ഉറുഖാറ്റ് അത് വിശ്വസിച്ചിരുന്നില്ല. ടു ഫൈൻഡ് ദ ആൻസർ, എബ്രൈറ്റ് ആൻഡ് അതർ സ്റ്റുഡൻസ് ബിൽഡ് എ ഡിവൈസ്. ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. ഇറ്റ് ഷോഡ് ദ സ്പോട്സ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ. എവിടെയാണ് ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നത്? ഇറ്റ് വാസ് നെസസറി ഫോർ ദ ബട്ടർഫ്ലൈസ് ഫുൾ ഡെവലപ്മെന്റ്. ആ ഒരു ഹോർമോൺ ബട്ടർഫ്ലൈയുടെ ഫുൾ ഡെവലപ്മെന്റിന് വേണത്. ദിസ് പ്രൊജക്ട് വോൺ എ ബ്രൈറ്റ് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ കൺട്രീസ് ഫെയർ. അപ്പോൾ കൺട്രി ഫെയറിന് അവനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇറ്റ് ഓൾസോ വോൺ ദ എൻട്രി ടു ഇന്റർനാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫെയർ. അങ്ങനെയുള്ളൊരു സെലക്ഷൻ കൂടി അവനക്ക് കിട്ടി. ഹി വോൺ തേർഡ് പ്ലേസ് ഇൻ സുവോളജി. സുവോളജിയിൽ തേർഡ് പ്രൈസും കിട്ടി. He also got a chance to work with Walter Reed Army Institute of Research. അവിടെ അവനക്കൊരു വർക്ക് ചെയ്യാനുള്ളൊരു അവസരവും കൂടി കിട്ടി. ഐഡൻറ്റിഫൈങ് ദ ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഫോളോയിങ് സമ്മറിൽ എബ്രൈറ്റ് വെൻറ്റ് ബാക്ക് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാബ്. അവിടെ ഹോർമോൺ തിയറീനൊക്കെ പറ്റി അവൻ പഠിച്ചു. ഫൈനലി ഹി വാസ് ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ഹോർമോൺസ് കെമിക്കൽ സ്ട്രക്ചർ. ഓക്കെ, എന്താണ് സ്ട്രക്ചർ എന്ന് നാം പഠിച്ചു. എ ഇയർ ആൻഡ് എ ഹാഫ് ലേറ്റർ എബ്രൈറ്റ് ഗോട്ട് ദ ഐഡിയ ഫോർ എ ന്യൂ തിയറി അബൌട്ട് ലൈഫ് സെൽ. ഹി ഡിഡ് so while seeing x-ray photos of the chemical structure and the chemical structures and extra photos ഒക്കെ വെച്ചിട്ട് നോക്കി. The photos gave him the answer to one of the biologist's puzzle. It was how the cell can read the blueprint of DNA. എങ്ങനെ DNA വഴിയിട്ട് സെല്ല് മനസ്സിലാക്കാൻ പറ്റും. DNA is a substance in the nucleus of the cell that controls heredity. It is the blueprint for ലൈഫിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ DNA എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവൻ്റെ പേപ്പർ, ഈ ഒരു എക്സ്പെരിമെന്റ് പേപ്പർ എബ്രൈറ്റ് ആൻഡ് ഹിസ് കോളേജ് റൂംമേറ്റ് ജെയിംസ് ആർ റോം ഡ്രൂ ദ പിക്ചേഴ്സ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ദ പ്ലാസ്റ്റിക് മോഡൽസ്. അതിൻ്റെ പ്ലാസ്റ്റിക് മോഡൽസ് ഒക്കെ വെച്ചു. ദേ മെയ്ഡ് ദം ടു ഷോ ഹൗ ഇറ്റ് ഹാപ്പൻസ്, എങ്ങനെ നടക്കുന്നതെന്നുള്ളൊരു ഇതൊക്കെ അവർ ഡിസൈൻ ചെയ്തു. Together they wrote a paper explaining the theory. ഒരു പേപ്പറും അവർ പ്രിപ്പയർ ചെയ്തു. Testing the theory. Surprisingly, Richard Ebright graduated from Harvard with highest honors ഓടുകൂടി അവൻ പാസ്സായി. He also became the graduate student research at Harvard Medical School. അവിടുത്തെ ഏറ്റവും graduated student researcher ആയിട്ട് അവൻ മാറി. He also began experimenting the test of his theory. അതിൻ്റെ തിയറീസ് ഓൾറെഡി ഓൾസോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. Advantage of the theory. If the theory proves the correct, it will be a big step towards understanding the life process. ഈ തിയറി ഒന്ന് അവൻ സോൾവ് ചെയ്യണമെങ്കിൽ അത് ആക്ച്വലി ലൈഫ് പ്രോസസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും. ഇറ്റ് മൈറ്റ് ഓൾസോ ലീഡ് ടു പുതിയ ഐഡിയാസിലോട്ടും അത് ലീഡ് ചെയ്യും. ഇറ്റ് വുഡ് ഓൾസോ ബി എ ന്യൂ ഫോർ പ്രിവെൻറ്റിങ് ടൈപ്പ് ഓഫ് ക്യാൻസർ. പല ക്യാൻസേഴ്സും ഡിസീസസും പ്രിവെൻറ്റ് ചെയ്യാൻ ഇതുവഴി പറ്റും. എബ്രൈറ്റ് ഹാഡ് often interest also. He became a champion debater, public speaker, etc. He also became a good canonist and all-round outdoor person. അങ്ങനെ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. He is also an expert photographer of nature and scientific exhibit. Ebright and his teacher. Ebright also found someone to admire. He was Richard A. Welliner, his social studies teacher. അവനാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തത്. Ebright said about him open-minded to the new ideas. Richard Ebright also speakly Ebright about his interest. He won because he wanted to do the best job. എനിക്ക് അവൻ എപ്പോഴും ജയിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനക്ക് എപ്പോഴും എല്ലാത്തിൻ്റെ ഒരു ബെസ്റ്റ് കിട്ടണം. അതുകൊണ്ടാണ് അവൻ ജയിക്കുന്നത്. എബ്രൈറ്റ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് റിച്ചാർഡ് എ വെൽനർ എന്നുള്ള ഹിസ് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറിനോടായിരുന്നു. തിങ്സ് വിച്ച് മേക്ക് എ സയൻറ്റിസ്റ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് മാറ്റുന്നത്. സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് റേറ്റ് മൈൻഡ്, മീൻസ് നല്ലൊരു മൈൻഡായിട്ടിരിക്കുക. പിന്നെ
ആറ്റ് ക്യൂരിയോസിറ്റി, എന്തും അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുക. ആൻഡ് മിക്സ് ഇൻ വെൽ ടു വിൻ ഫോർ ദ റൈറ്റ് റീസൺ. ഇതെല്ലാവരും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു വഴി തെളിഞ്ഞു കിട്ടും നമ്മുടെ വിന്നിങ്ങിനുള്ള. ഓക്കെ, എബ്രൈറ്റ് ഹാസ് ഓൾ ദീസ് ക്വാളിറ്റീസ്. എബ്രൈറ്റിന് ഈ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.